സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുത്തു. വലിയ രീതിയിലൊന്നുമില്ല, അത്ര വലിയ സംഭവം സ്ഥലമൊന്നുമല്ല. ചില സ്ഥലങ്ങൾ മാത്രം. പിന്നെ ഇപ്പോൾ അന്നത്തെ എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മഴ പെയ്തു, അതുകൊണ്ട് മൊത്തത്തിലേക്ക് വെള്ളം വീണിറക്കാണ്. പിന്നെ നല്ല രീതിയിൽ ഫ്രഷ് ആയി തുടങ്ങി. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പരിപാടികളൊന്നും ചെയ്ത് നോക്കാം. ഫുഡും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയില്ല, അത് നോക്കിക്കൊണ്ട് നിൽക്കാനല്ല. നമ്മൾ പ്രസ് ചെയ്താ പോയി. നമ്മളപ്പോൾ പാർലമെൻറ്റിൻ്റെ അവിടെ എത്തിയേക്കാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങി അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇന്ന് കാണാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെഡ് ക്രോസും കാര്യങ്ങളൊക്കെയാണ്. സോ ഹലോ ഗൈസ്, നമ്മളപ്പോൾ അവിടെ പോകുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ റെഡ് ക്രോസിനോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നിലെത്തി ഗൈസ്. എല്ലാവരുടെയും എല്ലാവരുടെയും കയ്യിലേ ഇവിടെ കയറി ചിലപ്പോ ഈ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ആക്ഷൻ ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി. എന്താ കാരണം പോകുന്നു നമ്മളവിടെ പോന്നിട്ട് ഇതെന്തത്? ലൈബ്രറി മിനിസ്ട്രി പാർലമെന്റ് സെൻട്രലിൽ വെച്ച് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ്, മിനിസ്റ്റർ ഓഫ് ഡിഫൻസ്, പാർലമെന്റ് എല്ലാം അവിടെ ഉണ്ട്. പാർലമെന്റ് MP 8 കിലോമീറ്റർ എല്ലാം താമസിക്കുന്നത് സെൻട്രലിൽ പാർലമെന്റ്. പാർലമെന്റിന് ടൈം എടുക്കും. ஆர்மி கண்ட்ரோல் எல்லாமே മോനെ രോമാഞ്ചം. പവറാണ്, പവർ എന്ന് പറയുന്ന പരിപാടിയാണ്. ഇന്ത്യ മൊത്തം ഇവിടെ നിൽക്കണേ, ബേസ്ഡ് ഓൺ ഡൽഹി. എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കിൽ കൂടെ വന്നെ തോന്നുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ്, കുരങ്ങുകൾ. மெயின் பார்லிமெண்ட் பெரிய பார்லிமெண்ட் கேட்டீங்க யாரு காம்படிஷன், அதனால தான் அங்கே விட விட மாட்டீங்க. அதை பார்த்தோம்னா தான் So guys, I think so ഇവിടെ വരേക്കും നമുക്ക് ഇതുള്ളൂ തോന്നുന്നു. ഈ പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ ക്യാമറ അലൗഡ് ഉള്ളൂ തോന്നുന്നു. ബാക്കി പുള്ളി പോയിട്ട് കാണാം. ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ റെഡ് ക്രോസിൻ്റെ ഫ്രണ്ടിലാണ്. എൻ്റെ ഫ്രണ്ടിലേക്ക് കയറി അതിൻ്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഇത് ഞങ്ങളുടെ ആനന്ദിന് പുള്ളിക്കാരി കുറച്ച് സ്ട്രിക്റ്റ് അറിയണ്ട അതിന് സീന. അപ്പോൾ അവിടെ സാറ് അവിടെ ഉള്ളിൽ സാറ് അവിടെ നിർത്തിയിട്ടുണ്ട്. പറഞ്ഞ പോലെ പെർമിഷൻ ചോദിക്കുകയാണ് സാർ. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങനെ
എനിക്ക് തോന്നുന്നു ഉള്ളിൽ പോയിട്ട് വിഷ്വൽസ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ ബാക്കി ഉള്ളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. സോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ സോ ലിഫ്റ്റിൽ കയറിയിട്ട് എത്രാമത്തെ ഫ്ലോറാ സാർ? 5th ഫ്ലോർ. സോ 5ാമത്തെ ഫ്ലോറിലേക്ക് 8 members. എത്രയായി? 3. എല്ലാവരുടെയും ബാക്കിയുള്ളൊരു താഴത്ത് നമ്മുടെ രാജാ സാറ് പറയുന്നു 5th ഫ്ലോറിലെത്തി. നമ്മൾ 3rd ഫ്ലോറിലാണ്. 5th ഫ്ലോറിലാണ് அது முடிஞ்ச 5th ஃப்ளோர் தான். அதான் நம்ம கிளாஸ் இருக்கு. നമ്മളിത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ പറഞ്ഞ പോലെ ഇതാണ് റെഡ് ക്രോസിൻ്റെ ഇതാണ് റെഡ് ക്രോസ്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. നമ്മളിത് ഇവിടെ ഒരു കോൺഫറൻസ് റൂമിലേക്ക് പോകണം. കോൺഫറൻസ് ഹാളിലെത്തി ഗൈസ്. ഇതാണ് കോൺഫറൻസ് ഹാള്. സീനാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കില്ലേ? നമ്മളിവിടെ ഇരിക്കണ്ടേ വെച്ചാ ഐ തിങ്ക് സോ. ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടതെന്ന് അറിയില്ല. കാര്യമായിട്ട് ഉള്ളിൽ കയറി ഇരുന്നിട്ട് എവിടെ ഇരിക്കണം എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും ഇരുന്നിട്ടുണ്ട്. എന്താടാ മീറ്റിംഗ് ആണോ? ശരി എടാ വാടാ ഇവിടെ കയറുന്നോളെ. ഇവിടെ ഇരിക്കാം. അങ്ക് ഇരിക്കണ്ട, ഇരുന്നോ. 2 വാടാ ചായ. ഇവിടെ കോൺഫറൻസ് ഹാളിൽ എന്താ മീറ്റിംഗ് എന്താ സോ ഇനിയാണ് നമ്മൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. അല്ലേടാ തങ്ക? അതന്നെ തലപ്പത്താണ്. ഇവനാണ് ഹെഡ്. മെയിൻ ഹെഡ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഹെഡ്, പിന്നെ ആനന്ദിന, പിന്നെ അത് എൻ്റെ ചേതന, പിന്നെ അജയ്, ഗൗതം, വിദ്യാസാഗർ, പിന്നെ നിശാന്ത്. ദേ മാമനുണ്ട് കേട്ടോ. മാമൻ ഞാൻ ആയിട്ട് തന്നെ. ഞാൻ എൻ്റെ ബാക്കിൽ അശ്മിൽ ഇരിപ്പുണ്ട്. ഇവിടെ മാറട്ടാ. അടുത്ത വരാം. നാഫി നിർണായകമായ തീരുമാനങ്ങൾ പറഞ്ഞു കേട്ടോ. നമ്മുടെ കോളേജിൽ എങ്ങനെയൊക്കെ പരിപാടികൾ നടക്കുന്നു. യെസ് മാം. കഴിഞ്ഞു നോട്ട്ബുക്ക് സാധനങ്ങളാണ്. അപ്പോൾ നോട്ട്ബുക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ക്ലാസ് നമ്മൾ
നമുക്കവർ അബദ്ധം പറ്റിപ്പോയി ഈ പറഞ്ഞത് പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മേ ഇവിടെ നിന്ന് ഇറങ്ങി റെഡ് ക്രോസിൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടി ബാക്കിയുള്ള മരത്തോടെ അങ്ങനെ ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ Hi guys. ഇതാണ് നിശാന്ത് അപ്പോൾ നമ്മൾ കീഴെ പോയിട്ട് നമ്മളെ പണം പോലെ ചാനൽ നെയിം ക്ലിയർമാൻ எல்லாரும் கிளியர் பண்ண சப்ஸ்கிரைப் பண்ணிக்கோங்க. ഓക്കെ. பெல் ஐகான் ഇവിടെ കുറേ ആംബുലൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എനിവേ ഐ ഡോണ്ട് നോ എന്തിനാണ് അങ്ങനെ പാർലമെൻറ്റ് അവിടെ ഉണ്ട് ഗൈസ്. അപ്പം അങ്ങനെയാണ് കാര്യം. And please, for any question, any queries, you can connect me on my number. I'm showing my number as well as email address. Okay, thank you. താങ്ക് യു മാം. എന്താ തങ്കാവസ്ഥ? ചടച്ചുപോയി. അങ്ങനെ റെഡ് ക്രോസ് കഴിഞ്ഞു. യെസ്.